തുലാവർഷ മേഘങ്ങൾ എല്ലാവരെയും അടിയന്തരമായി ഒരു മീറ്റിങ്ങിന് വിളിച്ചുകൂട്ടി. നമ്മൾ തുലാമഴക്കാലം ആഘോഷിക്കാൻ പോവുകയാണ്, എല്ലാവരും സഹകരിക്കണം. ഇടിമിന്നൽ ഗൗരവത്തിൽ പറഞ്ഞു. ഇടിയെന്ന് പറഞ്ഞാ ഞാൻ നല്ല ബ്രൂസ്ലീയുടെ ഇടി ഇടിക്കും. ഒരു 4-5 പശുവിനെങ്കിലും മിന്നലടിപ്പിച്ചു കൊന്നില്ലേ എനിക്കൊരു ത്രില്ലില്ല. കാറ്റ് ആവേശത്തിലായി. തുണി പുറത്ത് വിരിച്ചിട്ടിട്ട് വീട്ടിലിരിക്കാന്ന് ആരും വിചാരിക്കണ്ട. കുട ചൂടുന്നവർ പ്രത്യേകം സൂക്ഷിച്ചോണം. കൂടെ പറന്നുപോയി, കമ്പി ഒടിഞ്ഞുപോയി എന്നൊന്നും പറഞ്ഞോണ്ട് വന്നേക്കരുത്. ഐ ഡോണ്ട് കെയർ. തെങ്ങുകൾ ഇപ്പോഴേ ആട്ടം തുടങ്ങി. ഇടി വെട്ടിത്തുടങ്ങിയ ഞങ്ങൾ മുടിയാട്ടം തുടങ്ങും. കുറച്ച് തെങ്ങിൻ മടലുകൾ 4 വശത്തേക്കും തെറിപ്പിക്കും. കുറച്ച് തേങ്ങയും വിട്ടേക്കാം. അത്രയാണ് എൻ്റെ ഡ്യൂട്ടി. ഇലക്ട്രിക് പോസ്റ്റ് പരിഭവം പറഞ്ഞു. മഴക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് കളയാനല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതിന് ഈ മരച്ചില്ലയൊക്കെ ഒടിച്ച് എൻ്റെ മുതുകത്തോട്ട് വീഴ്ത്തണോ? മരച്ചില്ലകൾ പൊട്ടിച്ചിരിച്ചു. എടാ പൊട്ടാ, മരം ഒടിഞ്ഞു വീണാലല്ലേ കറണ്ട് പോകൂ. മഴമേഘം പെട്ടെന്ന് പറഞ്ഞു. കളക്ടർ സാർ, സന്ദർഭം നോക്കി അവധി കൊടുത്തോണം കേട്ടോ. കളക്ടർ അസ്വസ്ഥനായിരുന്നു. ഒരുമാതിരി കോപ്പിലെ പരിപാടി കാണിക്കരുത്. രാത്രിയിൽ ഒടുക്കത്തെ മഴയും കാറ്റും മിന്നലും കണ്ട് ഞാൻ പിറ്റേ ദിവസം അവധി കൊടുക്കും. നേരം വെളുക്കുമ്പോ നീയൊക്കെ ഒന്നും അറിയാത്ത പോലെ മാന്യമായി നിൽക്കും. അപ്പൊ ഞാൻ ആരായി? മഴമേഘം ചൂടായി. എല്ലാരും ഒത്തുപോയാലേ കാര്യങ്ങൾ നടക്കൂ. മൊത്തത്തിൽ എല്ലാരും ചേർന്ന് മനുഷ്യന്മാർക്ക് സമാധാനം കൊടുക്കരുത്. അപ്പോ വേഗം പടി തുടക്കിക്കോ. ഇടിമിന്നൽ ഇടിമുഴക്കത്തോടെ പരിപാടിക്ക് തുടക്കം വിട്ടു. കേട്ടല്ലോ, പിള്ളേരിറങ്ങിയിട്ടുണ്ട്. തുലാമഴ തുടങ്ങിയിട്ടുണ്ട്. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.